തൗഹീദി ജ്ഞാനപ്രപഞ്ചത്തിലൂടെ ഖലീഫത്തുല്ലാഹിയുടെ നിയോഗത്തെക്കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിശുദ്ധ തൗഹീദിനെ ശരീഅത്ത്, ത്വരീഖത്ത് എന്നിങ്ങനെ വർഗീകരിച്ച് പരമസത്യം വിനഷ്ടമാകുന്നതിനെക്കുറിച്ചെല്ലാം മഹാനുഭാവൻ വിശദീകരിക്കുകയാണ്. ദുർഘടമായ ജീവിതപാതകളിൽ ആത്മസംസ്കരണത്തിൻ്റെ ഉന്നത സഹായവുമായി അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന യഥാർത്ഥ ഷെയ്ഖിൻ്റെ സാധുതയെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വർത്തമാനകാലത്തിലേക്ക് നീളുന്ന പവിത്രമായ പാരമ്പര്യയിലൂടെ മഹാനവറുകൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഒരു നാണയം ഉണ്ടെങ്കിൽ രണ്ട് വശം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിലൂടെ പറയും യഹൂദികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്കാലത്തും മുസ്ലിംസിൻ്റെ ശത്രുവാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പും തങ്ങളുടെ കാലം കൂടി വന്നത് പ്രത്യേകിച്ചും. അതിന് ചില കാരണങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ യഹൂദികൾ എന്ന് പറഞ്ഞാൽ അവർ മുൻകാലത്ത് ഓരോ അമ്പ്യാക്കന്മാരെയും വധിച്ചിട്ട് അവരെ ദോഷം പുറക്കാൻ വേണ്ടിയിട്ട് അവരെ പുത്രനുണ്ടാക്കി പൂജിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവരെ ഇത്ര ക്ഷമിക്കപ്പെടാൻ കാരണം. അവർക്ക് അള്ളാഹു ഓരോ അമ്പ്യാക്കന്മാരും അവരുടെ മുജിദാത്ത് കൊണ്ട് അവർക്ക് തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ട് പോലും ആ തെളിവിനെ അവർ അംഗീകരിക്കാതെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ അല്ലേ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോയി ഒരു മരം വായു വളർന്നു കൊടുത്ത് അല്ലേ, ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ വലിയ കറാമത്തല്ലേ, പക്ഷെ അവർ അംഗീകരിച്ചില്ല. അവർ ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് ആ മരത്തിനെ മുറിച്ച് എന്നിട്ട് അവരെ പുത്രനെ ഉണ്ടാക്കി പൂജിച്ച് കൊന്ന ദോഷം തിന്നാതിരുന്ന് പറഞ്ഞാൽ എന്നിട്ട് അവരെ പുത്രനെ ഉണ്ടാക്കി പൂജിക്കുക. അതാണ് അമ്പ്യാക്കന്മാരെ ഈ യഹൂദികളുടെ സ്വഭാവം. അതുകൊണ്ടാണ് അവർ ഇത്ര ശപിക്കപ്പെട്ടു പോയത്. പക്ഷെ അവരിലും ശപിക്കപ്പെട്ട ഒരു വിഭാഗം കൂടെ വേറെ ഉണ്ട്. അതാരാന്ന് വെച്ചാൽ ഇപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു നാണയത്തിന് രണ്ട് തെറ്റ്. അപ്പോൾ ഒരു തെറ്റ് യഹൂദി ഇങ്ങനെ നിൽക്കും, മറുതെറ്റ് യഹൂദികൾ എങ്ങനെ നിൽക്കും? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പോൾ നിങ്ങളാരും വലിയ വിഷമിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ നെരിയക്കെട്ട് മേടിച്ചിട്ടാണ്ട് ഓടിപ്പോയി അവനതിനെ ഇൻകാർ ചെയ്ത് അവൻ പരിഹാസിച്ച് നടന്ന് കുറേ കുറ്റവും കുറവും പറഞ്ഞ് അവനിക്കൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഈ യഹൂദികളെ വെട്ടണ ഒരു പാരമ്പര്യം ഇവിടെ വേണം. അതാണ് ഇവർ ആര് നമ്മുടെ മുസ്ലിംസിൻ്റെ പേര് വെച്ച വിഭാഗം യഹൂദികൾ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് ദിവസം വാങ്ങിച്ചിട്ട് എതിർക്കുന്നവരുണ്ട്, വാങ്ങിക്കാതെ ഇത് സത്യമാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും എതിർക്കുന്നവരുണ്ട്. കാരണം അവർ അബൂതാലിബ് പറഞ്ഞ മാതിരി അബൂജാൽ പറഞ്ഞ മാതിരി അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അബൂജാലിലേക്ക് പറഞ്ഞ ഉത്തുബത്തിനോട് പറഞ്ഞേ അല്ല മുഹമ്മദിൻ്റെ മതം നല്ല മതമാണെന്ന് നമുക്കറിയാം, പക്ഷെ അതിന് നമ്മൾ അംഗീകരിച്ചാൽ ഇപ്പം നമ്മുടെ ഈ കള്ളുകൂടിയും പെണ്ണെടുത്തൊന്നും നടക്കില്ല. നല്ല മതമൊക്കെ നല്ലതാണ് നമുക്കറിയാം, നമ്മൾ അംഗീകരിച്ചേ ശരിയാവില്ല. അതാണ് ഇപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അത് അവരുടെ കസേര അവർ കളയാൻ റെഡിയല്ല, അവർ ചെറുതാവാനും റെഡിയല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് താവാനും അവർ റെഡിയല്ല. അതാണ് അഹങ്കാരം. അതാണ് യഹൂദികളെ പറ്റുന്ന മറുവിഭാഗം ഒരു നാണയത്തിൻ്റെ മറുപടി. കാരണം യഹൂദികൾ അത്രയാണ് മുസ്ലിംസിൻ്റെ ശത്രുവാണ്. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞത് അവരും ഖുർആൻ ഉദ്ദേശിച്ചൊക്കെ തന്നെ പറയണേ. അപ്പോൾ വിളിച്ചിട്ടറിയല്ല 5,27,000 കൊല്ലം ദുനിയാവിൽ യുവാത്തെടുത്താൻ അവൻ ദുനിയാവിൽ സൂചി ചെയ്യാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ല. അതുകൊണ്ടാണ് ഓരോ മാർബിളിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സൂചി ചെയ്ത് ദുനിയാവിലൊക്കെ വിളിച്ച് സൂചി ചെയ്യാമെന്ന് പറയും. അതാണ് അപ്പോൾ അതിൻ്റെ തത്വം. അപ്പോൾ ഈ എതിർപ്പ് പണ്ടുള്ളതാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും, ഇനി ഉണ്ടാവും. ഇനിയിപ്പോൾ പറഞ്ഞില്ലേ യഹൂദികൾ ഇനിയിപ്പോൾ കേവം പൊളിക്കും, അതും പൊളിക്കുന്ന യഹൂദികൾ തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ അള്ളാഹ് കൊല്ലും പറ്റുമോ? അള്ളാഹ് റസൂലിന് കൊല്ലും പറ്റുമോ? ഒന്നും പറ്റില്ല. ഇവർക്കൊക്കെ അവിടെ നിന്ന് നാളെ അള്ളാഹ് ശരിക്കും ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല പത്തിരി ഇറക്കി. അതായത് നല്ല പത്തിരിയുടെ ചെടിയും ഷൂവൊക്കെ അവിടെ ഉണ്ടാവും. അതിലും വല്ലതും നമ്മുടെ സമൂഹത്തിന് ധിക്കരിച്ച് പോയവർക്കുണ്ടാവും. അതാരും സംശയിച്ചിരിക്കണ്ട. നമ്മുടെ ഇസ്ലാമിൻ്റെ ലക്ഷ്യം, ഭൂമിൻ്റെ ലക്ഷ്യം ആക്കിപത്ത് നന്നായി മരിക്കില്ല. അപ്പോൾ അമ്പ്യാക്കന്മാരെയും തൗഹീദിനെ എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം ആക്കിപത്ത് മോശമായിട്ട് ചാവുക. അപ്പോൾ ചിരിച്ചു മരിക്കുന്ന പരിപാടി മോഹിനികൾക്കുള്ളതാണ്. അതിന് ഇവർക്ക് വലിയ വിഷമമാണ്. കാരണം അംഗീകരിക്കാൻ റെഡിയല്ല. ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ 10-18 കൊല്ലം കിതാബോധി, ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ്, 35 മാർക്കും കോട്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിൽ നിന്ന് ഷെയ്ഖ് ഉണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങളിൽ നിന്ന് ഔല്യം ഉണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങളല്ലാതെ ഇവിടെ ആരും പാടില്ല. ഇതാണ് ഇപ്പോൾ പണ്ടേ സംഘടനയുടെ തീരുമാനം. അപ്പം അത് അവരുടെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പണ്ഡിതന്മാരെ ഒരൊറ്റ അമ്പ്യാക്കന്മാരെ സഹാബാക്കളെ അവർക്ക് വിശ്വസിക്കാൻ പാടില്ല, ഖുർആനും ഹദീസും തന്നെ അവർക്ക് വിശ്വസിക്കാൻ പാടില്ല.
വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം 1,24,000 അംബേദ്കർമാർ ഏത് കോളേജിൽ പോയി 35 മാർക്ക് മേടിച്ചത്? അത് കഴിഞ്ഞ് സഹപാഠം നോക്ക്, ഏത് കോളേജിലാണ് പോയി ഏത് 35 മാർക്കും കൊണ്ട് അവരടുത്തുള്ളത്? അവരെ അള്ളാഹു റസൂൽ അവരെ ഹൃദയം പരിശോധിച്ചപ്പോൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. അതാണ് അംബേദ്കർമാരും സഹാബാക്കളും അവർ തിരഞ്ഞെടുത്ത ഔലിയാക്കന്മാരും. അവരെ അള്ള തെരഞ്ഞ് പരിശോധിച്ചെടുത്തതാണ്. ഇതാണ് ഇന്നത്തെ പണ്ഡിതന്മാരുടെ സംഘടന. ഏത് സംഘടനയായാലും പണ്ഡിത സംഘടന ഉണ്ടാക്കി എന്താണെന്നുള്ളത് അതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ ഈ ഒരു വാക്കുകൊണ്ട് അവസാനം പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ 2 ദിവസം അതിനും വേണ്ടി തന്നെ ആയിരിക്കണം. 1921 തുടങ്ങിയ കേരളത്തിൽ, ഈ കേരളത്തിൽ മാത്രമേ ശൈഖന്മാരെ എതിർപ്പുള്ളൂ. കേരളം വിട്ട് ബാക്കി 22 സ്റ്റേറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഏത് വെള്ളിയാഴ്ചയും ശൈഖന്മാരും ഔലിയാക്കന്മാരും മസാലകളും ശൈഖന്മാരും ഔലിയാക്കന്മാരും. നമ്മുടെ കേരളത്തിലോ അതിന് നേരെ ഓപ്പോസിറ്റ്. മെമ്പർമാർ കയറി കഴിഞ്ഞാൽ കബറി കിടക്കുന്നത് അയാളുള്ളത് തെറി വിളിക്കുന്ന ജോലിയാണ് ഈ ഡിഗ്രിക്കാരും 35 പണ്ഡിതന്മാരുടെ ജോലി. ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാൽ അത് നടക്കും. അതായത് ഒരു ഹദീസുണ്ട്, യൂസിക്കുവാൻ ഏറ്റി അലന്നാസി സമാനല്ലാ യബുക്ക മിനൽ ഇസ്ലാമി ഒലാ യബുക്ക മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദും ആമിറത്തും ഈ ഹറാബും മിനല്ല ഉലമാവും ഷറമിൻ്റെ ഹദീസുമായി വഹറജുൽത്തിനത്ത് ഒബിയും വേസും. അങ്ങനെ ചുരുക്കമാണ് പറഞ്ഞാലേ അവസാന കാലത്ത് എൻ്റെ ഉമ്മത്തികൾക്ക് വരാൻ പോണ കാലത്തിനെ പറ്റി പറഞ്ഞാൽ, അപ്പോൾ അന്ന് പള്ളികൾ പെരുക്കും, ഇസ്ലാം പെരുക്കും, ഇസ്ലാമിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഖുർആൻ്റെ ലിപികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആകാശത്തിൻ്റെ താഴെ ഭൂമിക്ക് മുകളിലായിട്ട് ഒരു വിഭാഗം വിധിക്കപ്പെട്ട പണ്ഡിതന്മാരുണ്ടാവും. അവർ ഫിത്ന ഉണ്ടാക്കും. ആ ഫിത്ന അവരിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്. അവർ വിധിക്കപ്പെട്ട പണ്ഡിതന്മാർ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്, നമ്മളാരും പറയണതല്ല. ഞാൻ ഈ ഹദീസ് ഓതുന്നതിൻ്റെ പേരിലാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ശേഖ് പണ്ഡിതന്മാരെ കുറ്റം പറയണേ. പണ്ഡിതന്മാരെ ഞാൻ കുറ്റം പറയണില്ല. ഹോസ്ല തന്നെ പറഞ്ഞ അവസാന കാലത്തെ പണ്ഡിതന്മാർക്ക് ആൾക്ക് വീട്ടിൽ നിന്ന് കീഴ്പ്പെട്ടിറങ്ങില്ലാന്ന്. അസ്സാലി ഇമാം ഉദാഹരണം പറഞ്ഞ് അവസാന കാലത്ത് തേനെന്ന് പറയുന്ന സാധനം മരണവായനും മനുഷ്യന് തൊട്ട് കൊടുക്കാം അല്ലേ? പക്ഷെ അത് പന്നിത്തോലിന് ഉറച്ചു കഴിഞ്ഞാലോ മുസ്ലിമിന് ഹറാമായി. അവസാന കാലത്ത് ഇറങ്ങുന്ന പണ്ഡിതന്മാരെ പറ്റി ഉദാഹരണം അസ്സാലി ഇമാം പറഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ പണ്ഡിതന്മാരെന്താ ചെയ്യുക? പിന്നെ അത് പറയുമ്പോൾ വേറൊരു വിഷയം. ഇപ്പം നമ്മളൊക്കെ സാധാരണ വയത് പറയുമ്പോൾ എല്ലായിടത്തിലും ഓതാറുണ്ട് യക്കൂനൂബിയാകൃതമായ ദജ്ജാലുന കസാബുനെന്ന് പറഞ്ഞ് നീട്ടിപ്പിടിച്ചൊരു ഹദീസുള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ റവാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്, സയക്കൂന് ജമാഅത്തെ യഖൂലൂന ലിന്നാസി നഹ്നു ഉലമാവും വമശായും നാദൂക്കും ഇലത്തി. എന്താ പറഞ്ഞത്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സഹാബാക്കളും കൂടി മദീനത്ത് ഒരാശരിക്കുമ്പോൾ പറഞ്ഞൊരു ഭാഷയാണ്. അതായത് അവസാന കാലത്ത് ദജ്ജാൽ ഇറങ്ങും, ദജ്ജാലിനെ പറ്റി എനിക്ക് പേടിയില്ല, അത് എല്ലാ സംഭവക്കാർക്കും അറിയാം, ദജ്ജാൽ വരുമെന്ന് പോകുന്നു. പക്ഷേ യഹൂദികൾ മാത്രം അവരെ പ്രമോചക നായകനായിട്ട് ദജ്ജാലിനെ കണക്കാക്കി വെച്ചേക്കാണ്. തന്നെയല്ല, ദജ്ജാൽ വരുമ്പോൾ ബാബുലൊന്നിൽ ദജ്ജാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 70,000 യഹൂദികൾ അവൻ്റെ കൂടെ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി യുദ്ധത്തിനിറങ്ങുമെന്ന് പറയും ഈ ദജ്ജാൽ. അപ്പോൾ ആ ദജ്ജാലിനെ പറ്റി അല്ലാഹു റസൂലിന് ലേശം പോലും പേടിയില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എൻ്റെ ഉമ്മത്തേളിൽ 2 വിഭാഗം ദജ്ജാലന്മാരിറങ്ങും, അവരെയാണ് എനിക്ക് പേടിയെന്ന് പറയും, അവരെയാണ് എനിക്ക് പേടിയെന്ന് പറയും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, ഞങ്ങൾ അതാരാ ചെയ്യുക? അത് ഒരു വിഭാഗം പണ്ഡിതന്മാരും ഒരു വിഭാഗം ശൈഖന്മാരും എന്ന് പറയും. അതാണിപ്പോൾ പണ്ഡിത സംഘടനകളുള്ളത്. അല്ലെങ്കിൽ പറ അതിരിക്കട്ടെ, ഇത് ചെയ്യണമല്ലേ?